പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷ വിമർശനവുമായി RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്. പ്രധാന സേവകനെന്നാൽ അഹങ്കാരമില്ലാത്തവനും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പ്രവർത്തിക്കുന്നവനുമാണെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും വിമർശനം. മണിപ്പൂർ കലാപത്തിലെ ആശങ്കയും RSS മേധാവി ഉന്നയിച്ചു. മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് മോദിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് RSS മേധാവി മോഹൻ ഭാഗവത് രംഗത്തു വന്നത്. അഹങ്കാരമുള്ള ഒരാൾക്ക് യഥാർത്ഥ ജനസേവകനാകാൻ കഴിയില്ലെന്നും ഒരു യഥാർത്ഥ ജനസേവകൻ ജോലി ചെയ്യുമ്പോൾ മാന്യത പുലർത്തണമെന്നുമായിരുന്നു മോഹൻ ഭാഗവതിന്റെ പരാമർശം. കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ പ്രസംഗിക്കവെയായിരുന്നു ഭാഗവതിന്റെ പ്രസ്താവന. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ BJPയും മോദിയും നടത്തിയത് ഭിന്നിപ്പുണ്ടാക്കുന്ന പരാമർശങ്ങളാണെന്നും അത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും അദ്ദേഹം പരോക്ഷമായി കുറ്റപ്പെടുത്തി. മണിപ്പൂരിൽ തുടരുന്ന അക്രമങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാനാകില്ലെന്നും സമാധാനം ഉറപ്പിക്കണമെന്നും പറഞ്ഞ മോഹൻ ഭാഗവത് രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ആർക്കും ഒളിച്ചോടാനാകില്ലെന്ന വിമർശനവും ഉന്നയിച്ചു. മണിപ്പൂരിലെ വംശീയ കലാപം പരിഹരിക്കുന്നതിൽ മോദി സർക്കാർ വീഴ്ച വരുത്തിയെന്ന വിമർശനങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് RSS മേധാവിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ RSSന്റെ പിന്തുണ ആവശ്യമില്ലെന്ന പരസ്യ പ്രതികരണവുമായി BJP ദേശീയ അധ്യക്ഷൻ രംഗത്ത് വന്നിരുന്നു. അതേസമയം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ സഖ്യകക്ഷികളുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കിയ BJPക്ക് RSSന്റെ പിന്തുണ കൂടി ഉറപ്പിച്ചേ മതിയാകൂ. കൈരളി ന്യൂസ്, ദില്ലി.